ഹലോ എവരിവൺ. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ കുറിച്ചാണ്. ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ ഈവൻ നമ്മുടെ NTA അഭ്യാസ് ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. വളരെ സിമ്പിളാണ്, ഈവൻ കാൽക്കുലേഷൻസ് പോലും ഇല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ഗെയിം കളിക്കില്ലേ, ആകെ വേണ്ടത് നമുക്ക് കുറച്ച് ഐഡിയാസാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസ് വരും. ഇത് ഇങ്ങനെ, ഇത് ഇന്ന മാതിരി ചെയ്യണം എന്നൊരു ഐഡിയ വരില്ല. അത്രയും ആ ഐഡിയ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. ആ ബേസിക് ഐഡിയാസ് ഉള്ള ഏതൊരാൾക്കും ഇത് ചെയ്യാൻ കഴിയും. ഓക്കെ, വളരെ സിമ്പിളാണ്. പലപ്പോഴും ഇത് കാണുമ്പോൾ ഇത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ വലിയ സംഭവമാണെന്ന് കണ്ടാൽ തോന്നുന്നത് വളരെ സിമ്പിളായിരിക്കും. പക്ഷെ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും അത് തെറ്റാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബയോളജിയിലെ ചില ക്വസ്റ്റ്യൻസ് കാണും. നമുക്ക് തോന്നും ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും തെറ്റാനുള്ള ചാൻസ് കാണാം. ആൻസർക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് തെറ്റാന്ന് മനസ്സിലാവുക. പക്ഷേ ഈ ടോപ്പിക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. ഓക്കെ, ഞാനിത് മുഴുവനായി പറഞ്ഞുതരാം. ഒപ്പം ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തുതരാം. മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. ഓക്കെ, പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. ദെൻ അതുപോലെ നമുക്കിത് കാണാൻ കഴിയുക ഇൻ പോളാർ കോവാലന്റ് ബോൺസിലാണ്. ഇൻ പോളാർ കോവാലന്റ് ബോൺസ്. ഓക്കെ, ദെൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് രണ്ട് തരത്തിലുണ്ട്. സി, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മൈനസ് ഐ ഇഫക്റ്റ് ആണ്, അടുത്തത് പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. മൈനസ് ഐ ഇഫക്റ്റ് ആണ്, അടുത്തതെന്ന് പറയുന്നത് പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് രണ്ട് തരം, ഒന്ന് മൈനസ് ഐ ഇഫക്റ്റ്, അടുത്തത് ഏതാണ്? പ്ലസ് ഐ ഇഫക്റ്റ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എന്താണ്, കുറച്ച് ഗ്രൂപ്പുകളാണ്. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലായാൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇത് മാത്രമാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. ഈ മൈനസ് ഐ ഇഫക്റ്റ് അതുപോലെ പ്ലസ് ഐ ഇഫക്റ്റ് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, ഈ മൈനസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിരിക്കും. അതായത് ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കുന്ന ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മേടിക്കുന്ന ഗ്രൂപ്പ്സ് ആയിരിക്കും. എന്നാൽ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ്സ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ പൈസ ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്ന ആൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കില്ലേ, അത്തരത്തിലുള്ള ആളുകൾ പോസിറ്റീവ് ആണെന്ന് പറയില്ലേ. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്താണ്? പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളുകളാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇങ്ങോട്ട് മേടിക്കുന്ന ആളുകൾ എന്താണ്? നെഗറ്റീവ് ആണ്, മൈനസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിനും ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സിനും കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇത് നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അല്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് NO2 ആണ്. NO2 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ദെൻ അതിനുശേഷം CN, ദെൻ COOH, അതിനുശേഷം ഫ്ലൂറിൻ, ഹാലോജൻസ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ദെൻ അതിനുശേഷം OCH3, C6H5, NO2, അതുപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും മിക്കപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക. ഓക്കെ, അതുപോലെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾസ് ആണ്. ഒന്ന് CH3 thrice C greater than CH3 twice CH greater than C2H5 greater than CH3 greater than H. ഇത് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പാണ്. ദെൻ ഹൈഡ്രജൻ. ഓക്കെ, ഈ മീഥൈൽ ഗ്രൂപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള NO2 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, OCH3, C6H5, ഇതിനെക്കുറിച്ചെല്ലാം ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് പഠിക്കാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഇതെങ്ങനെ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, dipole
ഡൈപോൾ മൊമെൻറ്റ്. ആദ്യം നമുക്ക് ഡൈപോൾ മൊമെൻറ്റും ഇൻഡക്റ്റീവ് ഇഫക്റ്റും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കണം. ഒന്നുമില്ല, അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൈപോൾ മൊമെൻറ്റ് കൂടും. ഞാൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ IE എന്ന് വെച്ച് കാണിക്കാം. സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുകയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് എന്ത് സംഭവിക്കും? DP അഥവാ ഡൈപോൾ മൊമെൻറ്റ്, ഞാൻ DM എന്ന് കാണിക്കാം. ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടിയാൽ ഡൈപോൾ മൊമെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? ദെൻ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. CH3I, CH3Br, ദെൻ CH3Cl, 3 കോമ്പൗണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്? അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം അതിൻ്റെ ഓർഡർ ബേസിൽ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 3 ഗ്രൂപ്പിലും CH3 കോമൺ ആണ്, ശരിയല്ലേ? ദെൻ പിന്നെ ആരുണ്ട്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. നമുക്കറിയാം ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ബ്രോമിൻ എന്ന് പറയുന്ന മറ്റൊരു വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അയഡിൻ എന്ന് പറയുന്ന മറ്റൊരു വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ബേസിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ക്ലോറിൻ. അതിനുശേഷം ബ്രോമിൻ, അയഡിൻ. അവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ ഇങ്ങനെയല്ലേ? ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. ദെൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി നോക്കുമ്പോഴും സെയിം ഓർഡറാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയാണെങ്കിൽ എന്ത് കൂടും എന്നറിയോ? ഇൻജക്റ്റീവ് ഇഫക്റ്റ് കൂടും. ഇൻജക്റ്റീവ് ഇഫക്റ്റ് കൂടിയ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഡൈപോൾ മൊമെൻറ്റ് കൂടും. സോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള കോമ്പൗണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്. ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ക്ലോറിൻ അല്ലേ? സോ ക്ലോറിൻ ഉൾപ്പെടുന്ന CH3Cl ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്. അതിനുശേഷം CH3Br, അതിനുശേഷം CH3I. ഇനി നമുക്ക് അടുത്തെടുക്കാം. അടുത്തൊന്നെടുക്കാം. ഇവിടെ നമ്മൾ അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ കമ്പാരിസൺ ആണ് നോക്കുന്നത്. ഓക്കെ, പലപ്പോഴും നമുക്ക് ക്വസ്റ്റനിൽ കാണാൻ കഴിയുന്നതാണ് അസിഡിക് സ്ട്രെങ്ത്ത്. സോ റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫോമിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്. ഫോമിക് ആസിഡ് നമുക്ക് എങ്ങനെ എഴുതാം? HCOOH എന്ന് എഴുതാം. അതുപോലെ അടുത്ത ആരാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമുക്ക് എങ്ങനെ എഴുതാം? CH3COOH. ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഇതിൽ ആർക്കാണ് കൂടുതൽ അസിഡിറ്റി എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ ഇവരൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാൻ ആദ്യം അസറ്റിക് ആസിഡിന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഫോമിക് ആസിഡിന് എഴുതാം, ആരുവാണെങ്കിലും എഴുതാം. ഞാൻ ആദ്യം അസറ്റിക് ആസിഡ് എഴുതി CH3. COOH ഞാൻ ഇങ്ങനെ എഴുതുക. ഓക്കെ, COOH. ദെൻ ഫോമിക് ആസിഡ് ആണെങ്കിലോ HCOOH. നമുക്ക് അറിയാം ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് അഥവാ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതായത് അതായത് +I ഇഫക്റ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഓൾറെഡി നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് +I ഇഫക്റ്റ് കാണിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ -I ഇഫക്റ്റ് കാണിക്കും. അത് ഓൾറെഡി നിങ്ങൾക്കറിയാം. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അതായത് -I ഇഫക്റ്റ് ആണെങ്കിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ +I ഇഫക്റ്റ് ആണെങ്കിൽ ആസിഡിറ്റി എന്ത് ചെയ്യുമെന്ന് അറിയോ? ആസിഡിറ്റി ഡിക്രീസ് ചെയ്യും. എന്താ ഞാൻ പറഞ്ഞത്? -I ഇഫക്റ്റ് ആണെങ്കിൽ അസിഡിറ്റി കൂടും, എന്നാൽ +I ഇഫക്റ്റ് ആണെങ്കിൽ അസിഡിറ്റി കുറയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും CH3 ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതായത് CH3യും Hനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. സോ ഇതെന്ത് കാണിക്കും? +I ഇഫക്റ്റ് കാണിക്കും, നല്ല +I ഇഫക്റ്റ് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസിഡിറ്റി വളരെ കുറവായിരിക്കും. അസിഡിറ്റി ഡിക്രീസസ്, വളരെ കുറവായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ള ആൾ, ഫോമിക് ആസിഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്തത്? CH3 ഒരു പവർഫുൾ ആയിട്ടുള്ള, ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ CH3 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് കാണിക്കുന്ന +I ഇഫക്റ്റ് ആയിരിക്കും. +I ഇഫക്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അസിഡിറ്റി കുറയും. ഓക്കെ, സോ എന്തായിരിക്കും? ഫോമിക് ആസിഡിനായിരിക്കും കൂടുതൽ അസിഡിറ്റി. ഈവൻ നമ്മൾ pKa വാല്യൂ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ
CH3 അതായത് അസറ്റിക് ആസിഡിൻ്റെ pKa വാല്യൂ എന്ന് പറയുന്നത് 4.76 ആയിരിക്കും. എന്നാൽ നമ്മളെ ഫോമിക് ആസിഡ് എടുക്കുകയാണെങ്കിലോ ഇവിടുത്തെ pKa വാല്യൂ എന്ന് പറയുന്നത് 3.77 ആയിരിക്കും. 3.77 ആയിരിക്കും. അതായത് ഏറ്റവും കുറവ് pKa വാല്യൂ ഉള്ള ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി. ഇവർ രണ്ടുപേരും pKa അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. pKa വാല്യൂ ഏറ്റവും കുറഞ്ഞ ആളായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഫോമിക് ആസിഡിനാണ് pKa വാല്യൂ കുറവ് ആരെ കമ്പയർ ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡിന്. സോ ഓട്ടോമാറ്റിക്കലി ഫോമിക് ആസിഡ് ആയിരിക്കും കൂടുതൽ അസിഡിറ്റി ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് എടുക്കാം. അടുത്തൊരു അപ്ലിക്കേഷൻ എടുക്കാം 3. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന റിലേറ്റീവ് അസിഡിക്, ഞാൻ എഴുതുന്ന ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നില്ല, അത് ഞാൻ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ല, അതുകൊണ്ടാണ്. റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ക്ലോറോ അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ് and acetic acid ക്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ്, ഇവരിൽ ആർക്കാണ് കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ ഇവർ രണ്ടുപേരെ അറേഞ്ച് ചെയ്യണം. വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഒന്ന് കാണിക്കാം. ക്ലോറോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? Cl CH2 COOH. ഓക്കെ, ദെൻ അസിഡിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് CH3COOH അല്ലേ? സോ CH3COOH. ഇവിടെ നമ്മൾ മുന്നേ അപ്ലൈ ചെയ്ത സെയിം കോൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും COOH രണ്ടിലും സെയിം ആണ്. ഓക്കെ, ഇവിടെ ക്ലോറിൻ കാണാം. നമുക്കറിയാം ക്ലോറിൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് കാണിക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -I ഇഫക്റ്റ് ആയിരിക്കും. -I ഇഫക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യും? ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ CH3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ +I ഇഫക്റ്റ് ആണ്, ആസിഡിറ്റി കുറവായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ മനസ്സിലായി ആർക്കായിരിക്കും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്? ക്ലോറോ അസറ്റിക് ആസിഡിനായിരിക്കും. ഇനി നമുക്ക് മറ്റൊന്നുകൂടിയും കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ആരതൊക്കെ നമ്മൾ കാണേണ്ടത്? ഒന്ന് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ദെൻ ക്ലോറോ അസറ്റിക് ആസിഡ്, ദെൻ ബ്രോമോ അസറ്റിക് ആസിഡ് ആൻഡ് ഓക്കെ അത്രയേ ഉള്ളൂ, ആൻഡ് അയഡോ അസറ്റിക് ആസിഡ്. ഓക്കെ, സോ നമുക്ക് ഫ്ലൂറോ അസറ്റിക് ആസിഡ് എടുക്കാം ആദ്യം. ഫ്ലൂറോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ FCH2COOH. ദെൻ ക്ലോറോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലോറിൻ റീപ്ലേസ് ചെയ്യുക, ക്ലോറോ CH2COOH. ദെൻ നമ്മളൊരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ ആഡ് ചെയ്തത്, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ദെൻ Br CH2COOH. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് വൺ? ICH2COOH. ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്? ഇവിടെ നമുക്കറിയാം CH2COOH എല്ലാത്തിലും കോമൺ ആണ്, ശരിയല്ലേ? ഇത് മാത്രമേ ഉള്ളൂ, ഒന്ന് ഫ്ലൂറിൻ ആണ്, 2 ക്ലോറിൻ ആണ്, 3 ബ്രോമിൻ ആണ്, അടുത്ത അയഡിൻ ആണ്. ഇതെല്ലാം -I ഗ്രൂപ്പ്സ് ആണ്. നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള -I ഗ്രൂപ്പ് കാണിക്കുന്ന -I ഇഫക്റ്റ് കൂടുതലായിരിക്കും. ദെൻ ഓട്ടോമാറ്റിക്കലി അതിനായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്. ഇവിടെ ഓർഡർ എന്ന് പറയുന്ന -I അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പവർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? സോ ഈ ഫ്ലൂറോ അസറ്റിക് ആസിഡ് കാണിക്കുന്ന -I ഇഫക്റ്റ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ അസിഡിറ്റി എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി വളരെ സ്ട്രോങ് ആയിരിക്കും. സോ നമ്മുടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ദെൻ ക്ലോറോ അസറ്റിക് ആസിഡ്, ദെൻ ബ്രോമോ അസറ്റിക് ആസിഡ് ആൻഡ് ഫൈനലി അയഡോ അസറ്റിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത ഒന്നെടുക്കാം. നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കണം, ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അസിഡിറ്റി, ഓക്കെ, സോ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഇൻഡക്റ്റിവിറ്റി കുറവായിരിക്കും, അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളിവിടെ
acidic strength based on distance, based on distance, acidic strength based on distance. Okay, നമുക്കൊന്ന് എടുക്കാം. സി, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സി, distance of halogen, if distance of halogen X from COOH increases, അതായത് നിന്ന് COOH എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് ഹലജൻ്റെ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെയുള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അസിഡിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് ആൽഫ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ്, ദെൻ ബീറ്റ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ്, ഗാമ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ് ആൻഡ് ഫൈനലി എൻ ബ്യൂട്ടൈറിക് ആസിഡ്. നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടൈം കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൽഫ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ദെൻ ബീറ്റ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ് സെക്കൻഡ് കാർബണുമായിട്ട്, ദെൻ ഗാമ ക്ലോറോ ബ്യൂട്ടൈറിക് ആസിഡ് ആൻഡ് ഫൈനലി എൻ ബ്യൂട്ടൈറിക് ആസിഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ, നമ്മൾ എന്താ പറഞ്ഞത്? COOHൽ നിന്ന് എന്താ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം COOH ഇൻക്രീസസ്, അതായത് COOH ഗ്രൂപ്പിൽ നിന്ന് ക്ലോറിൻ്റെ അല്ലെങ്കിൽ ഹാലജൻ്റെ ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുന്നതിന് അസിഡിറ്റി കൂടും. ഈ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറയും, അസിഡിറ്റി കുറയും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടും, ദെൻ അസിഡിറ്റി കൂടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൽഫ ക്ലോറോ ബ്യൂട്ടാരിക് ആസിഡും ബീറ്റ ക്ലോറോ ബ്യൂട്ടാരിക് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ ഈ COOHുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ആൽഫ ക്ലോറോ ബ്യൂട്ടാരിക് ആസിഡാണ്. സോ ഓട്ടോമാറ്റിക്കലി ഇവർക്കായി ആൽഫ ക്ലോറോ ബ്യൂട്ടാരിക് ആസിഡായിരിക്കും കൂടുതൽ എന്താവുക? അസിഡിറ്റി ഉണ്ടാവുക. ഓക്കെ, സി, ദെൻ ഇങ്ങോട്ട് വരുമ്പോഴോ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കായിരിക്കും. ദെൻ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും? ബീറ്റ ബ്യൂട്ടൈറിക് ആസിഡ് ആയിരിക്കും. സോ ഒന്നില്ല, COH ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരാണോ കിടക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ അസിഡിറ്റി. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എടുക്കാം. സി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് ടൊളുവിൻ and benzene. Relative reactivity of toluene and benzene in aromatic substitution reaction. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. രണ്ട് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, ടൊളുവിൻ ആൻഡ് ബെൻസീൻ. ആർക്കാണ് റിയാക്ടിവിറ്റി? അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ റിലേറ്റീവ് റിയാക്റ്റീവ് കൂടുതൽ, അത് നമ്മൾ കണ്ടുപിടിക്കണം. സി, നമുക്ക് ആദ്യം ടൊളുവിൻ എടുക്കാം. എന്താണ് ടൊളുവിൻ എന്ന് പറഞ്ഞാൽ? ഒരു ബെൻസീൻ റിങ് ഉണ്ടാവും, ദെൻ CH3 അല്ലേ. അടുത്തത് ബെൻസീനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ CH3 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എന്ത് ഗ്രൂപ്പായിരുന്നു? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പായിരുന്നു. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് കാണിക്കുന്ന ഇഫക്റ്റ് എന്തായിരിക്കും? പറയൂ. പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ അല്ലേ. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്തായിരിക്കും? +I ഇഫക്റ്റ് ആയിരിക്കും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് CH3 ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. സോ ഇത് കാണിക്കുന്ന എന്തായിരിക്കും? +I ഇഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ +I ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണ് റിലീസ് ചെയ്യാം. സോ CH3 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അപ്പോൾ എന്താവും? ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടുതലാണെങ്കിൽ ഒരു ഇലക്ട്രോഫൈലിന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഗ്രൂപ്പിനെ ഈസി ആയിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാം. അതുവഴി ഇവിടെ റിയാക്ഷൻ നടക്കും. ഒന്നുകൂടി പറയാം, CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും, ഇങ്ങോട്ട് ഈ റിങ്ങിലോട്ട് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടും. ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും.
ഓക്കെ, ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, അതായത് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും. സോ കമ്പാരിലി ഈ ടൊളുവിന് എന്താണ് റിലേറ്റീവ് റിയാക്ടിവിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ബെൻസിൻ റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. യെസ് സാർ. ഓക്കെ, ഇത് നമുക്ക് അടുത്ത് ഒന്ന് എടുക്കാം. സി 7th ടൈപ്പ് എടുക്കാം. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ കാണണം. ദെൻ ആരൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? നൈട്രോ ബെൻസീൻ ആൻഡ് ബെൻസീൻ. ബെൻസീനെയും നൈട്രോ ബെൻസീനെയും നമ്മൾ കമ്പയർ ചെയ്യണം. നമുക്ക് ആദ്യം അതിൻ്റെ സ്ട്രക്ചർ വരക്കാം. നൈട്രോ ബെൻസീൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു NO2 ഗ്രൂപ്പുള്ള നൈട്രോ ബെൻസീൻ. ദെൻ സിമ്പിൾ ബെൻസീൻ. ഓക്കെ ആണോ? ഇവിടെ നമുക്കറിയാം ഈ NO2 എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? NO2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോൺസിന് എന്താണ്, വലിക്കുന്ന ഗ്രൂപ്പാണ്. ഇവരെന്ത് ഇഫക്റ്റ് ആയിരിക്കും കാണിക്കുക? -I ഇഫക്റ്റ് ആയിരിക്കും. -I ഇഫക്റ്റ്. സോ NO2 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അങ്ങോട്ട് വലിക്കും. അങ്ങോട്ട് വലിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഇവിടെ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ആർക്ക് വരാൻ കഴിയില്ല? ഇലക്ട്രോൺ ഫൈലിന് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന് വരാൻ കഴിയില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ. ഓക്കെ ആണോ? സോ ഓട്ടോമാറ്റിക്കലി ആർക്കായിരിക്കും റിയാക്ഷൻ കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇതിനല്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് ഈ ആൾക്കായിരിക്കുമല്ലോ. സോ ഇവർക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ എടുക്കാം. റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് വാട്ടർ, ഫിനോൾ ആൻഡ് CH3OH. ഇവരുടെ 3 പേരുടെയും അസിഡിക് സ്ട്രെങ്ത് നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ അസിഡിക് സ്ട്രെങ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? -I ഇഫക്റ്റ് എന്ന് ഓർക്കണം. ഓക്കെ, നിങ്ങൾ അസിഡിക് സ്ട്രെങ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? -I ഇഫക്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. -I ഇഫക്റ്റ് ഉള്ള ആൾക്കാർക്കും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്, എന്നാൽ +I ഇഫക്റ്റ് ഉള്ള ആൾക്കാർക്കും ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത്. ഓക്കെ, സോ 3 ഗ്രൂപ്പ്. നമുക്ക് ഈ ഗ്രൂപ്പിനൊന്ന് വരച്ച് നോക്കാം. വാട്ടർ, ഫിനോൾ. ഞാൻ ഫിനോളിന് ആദ്യം വരക്കാം. സി ഫിനോൾ എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് ലൈക്ക് ദിസ് അല്ലേ? ഇതാണ് ഫിനോൾ. ദെൻ വാട്ടർ എന്താണ്? HOH എന്ന് എഴുതാം നമുക്ക്. HOH. ദെൻ അടുത്തെന്താണ്? CH3OH. ഇവിടെ നോക്കൂ, ഇതെന്താണ്? സി ബെൻസീനാണ്. സി ഇവിടെ CH3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് എന്ന് കാണിക്കുന്നത് എന്തായിരിക്കും? +I ഇഫക്റ്റ് ആണ്. ഇവിടെ H എന്ന് പറയുന്നുള്ളൂ. ഇവിടെ രണ്ടിലും OH കോമൺ ആണ്. H എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്, +I ഇഫക്റ്റ് കാണിക്കും. പക്ഷേ സ്ട്രോങ്ങർ ആരാണ്? സ്ട്രോങ്ങർ ERG എന്ന് പറയുന്നത് CH3 ആണ്. സോ ഡെഫിനറ്റ്ലി ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത് ആർക്കായിരിക്കും? ഏറ്റവും കുറവ് ദെൻ CH3OH-നായിരിക്കും. അതിനുശേഷം HOH ആയിരിക്കും. ദെൻ ഇവിടെ എന്താണ്? ഇതിവിടെ ഉള്ളതെന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ -I ഇഫക്റ്റ് ആണ്. അസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും കാണുക. വളരെ സിമ്പിളാണ്. ഓക്കെ, സോ മാക്സിമം സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.